വയറ്റിലോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയല്ലാതെ വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിൽ? അത് നോക്കൂല. മലബന്ധമാണെങ്കിലും തിന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ലൂസോ ത്രിഫലയോ എന്തെങ്കിലും കഴിച്ചൊന്ന് വയറിളക്കിച്ചിട്ട് പിന്നെയും തിന്നാൻ വേണ്ടിയിട്ട് നടക്കണതാണ്. ഇത് വയറ്റിൽ നിന്ന് പോകണമെന്നുള്ള വിചാരമുള്ളത് കൊണ്ടല്ല. ഇതിങ്ങനെ കെട്ടിക്കിടന്ന് വീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ തിന്നു ഈശ്വരാന്ന് ഓർത്തിട്ട് നിങ്ങൾ ജ്യൂസ് എടുത്ത് കഴിക്കുന്നതാ, അല്ലെങ്കിൽ ത്രിഫല കലക്കി കുടിക്കുന്നതാണ്. അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുവരിക. നിങ്ങളൊരു രോഗത്തെ ചികിത്സിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും? വയറ്റിൽ നിന്ന് പോകുന്നതും കൊണ്ട് പോകും ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ. രോഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വയറ്റിൽ നിന്ന് പോകുന്നത്, മലമായിട്ട് പോകുന്നത്, മൂത്രമായിട്ട് പോകുന്നത്, വേർപ്പായിട്ട് പോകുന്നത്, കഫമായിട്ട് പോകുന്നത്, ഈ അഴുക്കുകളെല്ലാം ടെസ്റ്റ് ചെയ്യിക്കും. പിന്നെ അഴുക്ക് നിറഞ്ഞ രക്തം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ രോഗമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഭയങ്കര കാര്യമാണ് കേട്ടോ, ശാസ്ത്രമാണ്. ഇതെന്നാ ശാസ്ത്രമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എടോ, വയറ്റിൽ നിന്ന് പോകുന്നതിലാണോ രോഗത്തെ നോക്കേണ്ടത്, അതോ വയറ്റിലേക്ക് പോകുന്നതിലാണോ നോക്കേണ്ടത്? ഏതിലാ രോഗത്തെ നോക്കേണ്ടത്? വയറ്റിലേക്ക് പോകുന്നതിൽ നിങ്ങൾ രോഗത്തെ നോക്കി രോഗത്തെ കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടും. അതൊക്കെ അകത്താക്കിയിട്ട് ഡോക്ടർ പറഞ്ഞേക്കണ വയറ്റിൽ നിന്ന് പോകണമെന്ന് നോക്കിയാൽ മതി എന്നാണ്. ഡോക്ടർ രക്ഷപ്പെടും, നിങ്ങൾ പെടും. അതുകൊണ്ട് പ്രകൃതി ചികിത്സകർ പറയുന്നു, നിങ്ങൾ വയറ്റിലേക്ക് പോകുന്നത് പരിശോധിക്ക്. വയറ്റിലേക്ക് നല്ലത് പോയാൽ ഒരിക്കലും വയറ്റിൽ നിന്ന് മോശം പോകില്ല കേട്ടോ. പിന്നെ അന്തരീക്ഷ മലിനമൊക്കെ ഭീകരമായത് കൊണ്ടൊരു ചാൻസ് ഉള്ളത് ഞാൻ തള്ളിക്കളയണമെന്നില്ല. അത് പിന്നെ സാമൂഹ്യ രോഗങ്ങളാണ്, സമൂഹം തരുന്ന രോഗങ്ങളാണ്. മാറി ചിന്തിച്ചേ പറ്റൂ. ഈ പാരാസിറ്റമോൾ കഴിച്ച് നമ്മുടെ നാട്ടിൽ മരിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിന് കണക്കില്ല കേട്ടോ. ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ കഴിക്കുന്നത് പാരാസിറ്റമോളായിരുന്നു. അതുകൊണ്ട് 10 കൂടിയ സ്ട്രിപ്പ് അവിടെ വിൽക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു. ഒരു പാരസിറ്റമോൾ കഴിച്ചു, പനി വീണ്ടും കൂടി വരികയാണെങ്കിൽ രണ്ടാമത് കഴിക്കരുതെന്നൊക്കെ ഉണ്ട്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, ഡോക്ടർമാരുടെ ഹാൻഡ് ബുക്കാണ് ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി. അതിൽ എമർജൻസി ട്രീറ്റ്മെന്റ് ഓഫ് പോയിസണിങ് ചാർട്ട് വരച്ച് ബ്ലഡിൽ വിഷം കയറുന്നത് വരച്ചുള്ള ഒരൊറ്റ മരുന്നിനാണ്, ഒറ്റ വിഷത്തിനാണ്, അത് ഈ പാരാസിറ്റമോളാണ്. As little as 10 to 15 gram of paracetamol taken within 24 hours may cause severe hepatocellular necrosis and less frequently renal tubular necrosis. 24 മണിക്കൂറിനുള്ളിൽ പാരാസിറ്റമോളിന്റെ ചെറിയ അളവായ 10 തുടങ്ങി 15 ഗ്രാം, അത് ചെറിയ അളവാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, മെഡിക്കൽ ടെക്സ്റ്റാണ് ഞാൻ ഈ പറയണത്. അത് ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ കരള് കരിഞ്ഞു പോയിട്ട്, അപൂർവമായി വൃക്കകൾ കരിഞ്ഞു പോയിട്ട് 3-4 ദിവസത്തിനുള്ളിൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട്. ഹെമറേജ്, ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ അങ്ങ് തീരത്താണ് പോയിട്ട്, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ട്, എൻസെഫലോപ്പതി, നമ്മൾ ഈ തലച്ചോറിനെ തിന്നുന്ന അമീബ എന്നൊക്കെ പറയുന്ന പ്രശ്നം, എന്താണ് ഡോങ്കിപ്പനി എന്നൊക്കെ പറയുന്ന സാധനം, എൻസെഫലോപ്പതി ഉണ്ടായിട്ട് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ് ഈ തലച്ചോറിന് തിന്നുന്ന അമീബ എന്നുള്ള രോഗത്തിന് പറയുന്നത്. അത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര വർഷമായി? 100 വർഷത്തിലധികമായി കോട്ടക്കൽ ആര്യ വൈദ്യശാല എല്ലാത്തരം രോഗികളോടെ ചെല്ലുന്നുണ്ട്. അവിടെ നിന്നൊന്നും നിപ്പേ ഉണ്ടാവണില്ല, കപ്പേ ഉണ്ടാവണില്ല, തലച്ചോറത്തിനെ തിന്നുന്ന അമീബ അങ്ങോട്ട് കടക്കാറില്ല. ഞങ്ങൾ പ്രകൃതി ചികിത്സകരുടെ അടുത്ത് ഇതുപോലെ ഒരു പുതിയ രോഗവും വരുന്നില്ല, ഹോമിയോക്കാരുടെ അടുത്തും വരുന്നില്ല. അലോപ്പതന്മാരുടെ അടുത്ത് മാത്രമാണ്. അവിടെ ചെന്നൊരു 1-2 ആഴ്ച ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് പുതിയ രോഗങ്ങൾ വരണത്, കിഡ്നിക്ക് കേട് വരണത്. സ്റ്റിറോയിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് 2 ദിവസം കൊണ്ട് പ്രമേഹം തുടങ്ങുന്നു. പെയിൻ കില്ലർ, റോഡകത്തി പരിക്ക് പറ്റി പെയിൻ കില്ലർ കഴിച്ച് 1 ആഴ്ച കൊണ്ട് ഷുഗർ തുടങ്ങുന്നു. യഥാർത്ഥ കൊലയാളി മരുന്നുകളാണ്. യഥാർത്ഥ രോഗകാരണം മരുന്നുകളാണ്.
ബാക്ടീരിയകൾ പാവങ്ങൾ, ഒരു കോശമുണ്ട്, കയ്യുമില്ല കാലുമില്ല. നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കിടക്കുന്നത്. വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒരു ഇരുമ്പാണിയെ പോലും ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ വർഷത്തെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് 3 പേർക്കാണ്. എന്തിനാണ്? നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ ടോർച്ച് എന്ന് പറയുന്ന ടാർഗറ്റഡ് ടി സെല്ലുകൾ, അവ എങ്ങനെയാണ് രോഗകാരികളെ ഇല്ലാതാക്കുന്നത്, വരുതിയിലാക്കുന്നത്, നിയന്ത്രിക്കുന്നത്? ഇവിടെ അങ്ങനെ ഒരു ചിന്തയില്ല. വെള്ളത്തിൽ മുങ്ങിയപ്പോ അമീബ തലച്ചോറിലോട്ട് എന്താ ഈ PVC-യുടെ പൈപ്പ് വെച്ചാൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? വെള്ളത്തിൽ മുങ്ങിയപ്പോ നേരെ മുകളിൽ കയറാൻ. ഈ നാസാദ്വാരങ്ങളുടെ ചുറ്റും എന്താണ് സംവിധാനങ്ങൾ? ഇപ്പൊ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഗേറ്റും തുറന്ന്, വീടിന്റെ ഗേറ്റും തുറന്നിട്ട്, വീടിന്റെ വാതിലും തുറന്നിട്ട്, ജനലും തുറന്നിട്ടല്ലേ കിടന്നുറങ്ങണത്? അല്ലേ? ജനലും വാതിലും ഒക്കെ തുറന്നിട്ടാണ് കിടക്കണം, ഗേറ്റും കൂടെ. വഴി കൂടെ പോണ ആന കയറി പോകണുണ്ടോ? ഗേറ്റ് തുറന്ന് കിടക്കല്ലേ, എന്നാ അകത്തേക്ക് കയറിയേക്കാം. കിളി കൂട് കൂട്ടാൻ കയറുവോ? എറുമ്പ് നോക്കുമ്പോ നേരെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ തലച്ചോറി ചെല്ല, അവിടെ പലരും തലച്ചോറിയിലൊന്നും ഇല്ല എന്നാ പറയണത്. എന്നാ കൂട് കൂട്ടിയേക്കാം, കയറി പോവോ? എന്തെല്ലാം സംവിധാനങ്ങളാണ് ഈ ശരീരത്തിന്. ഉറങ്ങുന്ന സമയത്ത് ഒരു എറുമ്പ് കയറി അങ്ങോട്ട് കയറാൻ പോകുന്നതിന് മുമ്പ് കാറ്റടിച്ച് 40 കിലോമീറ്ററാണ് ആ കാറ്റിന്റെ സ്പീഡ്. മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ജാഗ്രത പാലിക്കണം, മത്സ്യബന്ധനം ഇറങ്ങരുതെന്ന് അനൗൺസ് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് പവർ, കാറ്റിന്റെ പവർ. ചെവിനുള്ളിലേക്ക് എന്താ കയറാത്ത? അവിടെ കഴിക്കുന്ന ദുർഗന്ധമുള്ളൊരു സാധനം വെച്ചേക്കാണ്, അങ്ങോട്ട് കയറണ്ട. നിങ്ങളുടെ ഈ കണ്ണിനുള്ള പ്രതിരോധ സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർട്ടൻ അപ്പിട്ട് കളയും. അതിന്റെ പുറത്ത് അങ്ങോട്ടൊന്ന് ചെന്നാ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതി, അവിടെ കിട്ടാനായിട്ട് പീലികൾ. അതൊക്കെ വെറുതെ വെച്ചേക്കണതല്ല. ഇവിടെ പുരികം, അത് പിന്നെ നമ്മുടെ സുന്ദരിമാർക്ക് കണ്ണി കണ്ടുകൂടാ. പുരികം സൗന്ദര്യത്തിന്റെ ഭയങ്കര ശത്രുവാണ്. അത് ചവിട്ടി പിടിച്ച് അയ്യോ എന്തൊരു വേദനയടിയേ, എന്നാലും പറിച്ചോടിയേ, സുന്ദരിയാവണ്ടേ. ഈ തലയിൽ നിന്ന് വിയർപ്പും എണ്ണയും ഒന്നും നേരെ കണ്ണിലേക്ക് പോവാതെ വളച്ച് ഒഴുക്കി വിടാൻ വേണ്ടിയാണ് ഈ പുരുകം അവിടെ വെച്ചേക്കണത്. തലക്ക് വിവരമുണ്ടോ വിദ്യാഭ്യാസം പഠിച്ചവർക്ക്? അത് മുഴുവൻ പറിച്ചു കളയും. പിന്നെ ചിലപ്പോൾ പേരിന് ഒരെണ്ണം നിർത്തിവെക്കും ദയാദാക്ഷിണ്യത്തോടെ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു കെമിക്കൽ പെന്നുകൊണ്ട് വരച്ചു വെക്കും. അത് മതി ക്യാൻസർ ഉണ്ടാക്കാൻ. ഈ മേക്കപ്പ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത്, യൂട്രസ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നഖത്തെ പോയിട്ടുള്ളത്? ഈ നഖത്തിനും ജീവനുണ്ട്. ഈ നഖത്തിന്റെ ഇടയിൽ കൂടെ ആ കെമിക്കൽ ഇങ്ങനെ ഇറങ്ങി രക്തത്തിൽ കയറും. വേണ്ട, നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ നെയിൽ പോളിഷ് വെച്ച ഭാഗം ചേർത്ത് കവളിൽ വെച്ചാൽ മതി, അതിലെ കെമിക്കല് ഉള്ളിലേക്ക് കയറും. ഓയിൻമെന്റുകൾ കുഴപ്പമൊന്നും ചെയ്യില്ല എന്നാണ് പലരുടെയും ധാരണ. ഈ പോറ്റണ എല്ലാം രക്തത്തിൽ കയറും. കാരണം വിയർപ്പ് ഇങ്ങോട്ട് വരാനായിട്ട് സുഷിരങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും പോകും. ഹെയർ ഡൈ കൊണ്ട് ക്യാൻസർ പിടിച്ച് മരിക്കുന്ന ആളുകളെ ധാരാളം കാണുന്നുണ്ട്. തലയെ പോറ്റണ ഹെയർ ഡൈ ഇത് ഉള്ളിലേക്ക് ഇറങ്ങും, രക്തത്തിലേക്ക് കയറും, പ്രത്യേകിച്ച് കെമിക്കലുകൾ. എന്നിട്ട് പിന്നെ വീടും പറമ്പും പണയം വെച്ച് RCC കൊണ്ടേ കൊടുക്കുകയാണ്. ദുരിതം സഹിച്ചൊരു മരണവും. പിന്നെ അടിക്കേണ്ടി വരില്ല. അപ്പോൾ വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്.